ഹേമ കമ്മീഷൻ റിപ്പോർട്ടെന്ന ഏറ്റവും ഗൗരവമായ ഒരു റിപ്പോർട്ടിനെക്കുറിച്ച് കേരളത്തിലെ പൊതുസമൂഹം ചർച്ച ചെയ്യുകയും അറിയാത്തവർ ഞെട്ടിപ്പോവുകയും അറിഞ്ഞവർ ഇതൊക്കെ രേഖപ്പെടുത്തപ്പെട്ട ചരിത്രമായല്ലോ എന്ന് ആശ്വസിക്കുകയും മഹാനടന്മാർ മൗനം കൊണ്ട് വളരെ അലങ്കാരപൂർണമായി ഉടയാട ധരിക്കുകയും ഒക്കെ ചെയ്യുന്ന സന്ദർഭത്തിൽ രണ്ട് പ്രധാനപ്പെട്ട സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കേരളത്തിലെ വക്താക്കളാണ്. ഒന്ന് നമ്മുടെ സുരേഷ് ഗോപിയേട്ടൻ MP, രണ്ടാമത് 4 പെൺമക്കളുടെ പിതാവായ നമ്മുടെ കൃഷ്ണകുമാറേട്ടൻ, ഞങ്ങളുടെ കൊല്ലത്തെ സ്ഥാനാർത്ഥി. അതിലൊരു അത്ഭുതപ്പെടുത്തിയ കാര്യം, സുരേഷ് ഗോപിയേട്ടൻ ചരിത്രത്തിലാദ്യമായി സംസ്ഥാന സർക്കാരിൻ്റെ നടപടികൾക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. ഏതൊക്കെ നടപടികൾക്ക്? 2019 കൊടുത്ത റിപ്പോർട്ട് ഏതാണ്ട് 4-5 വർഷക്കാലത്തോളം കയ്യിൽ വെച്ചിരുന്ന നടപടിക്കും, ഇപ്പോഴും പരാതി കിട്ടിയെങ്കിലേ കേസെടുക്കാൻ കഴിയൂ എന്ന് പറയുന്ന നടപടിക്കും, പിന്നെ ആരെങ്കിലും പരാതിക്കാരുണ്ടെങ്കിൽ വരട്ടെ എന്ന് പറയുന്ന നടപടിക്കും, പിന്നെ നമ്മുടെ സജി ചെറിയാൻ സാറിൻ്റെ കോൺക്ലേവിനും അടക്കമുള്ള എല്ലാ പരിപാടികൾക്കും അദ്ദേഹം പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞാൻ ഈ കോൺക്ലേവ് കേട്ടപ്പോൾ എനിക്ക് ചിരി വന്നു പോയി. വേറൊന്നും കൊണ്ടല്ല, ഈ സന്ദർഭത്തിൽ തന്നെ ഇങ്ങനെ കത്തി നിൽക്കുമ്പോൾ ഇവരെ എല്ലാവരെയും കൂടി ഒരുമിച്ചിരുത്തി കോൺക്ലേവ് നടത്താനായിട്ടുള്ള ശ്രമമൊക്കെ എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത് കൊണ്ട് അവർക്ക് വശമുണ്ടെങ്കിലും കാണുന്നവർക്ക് വല്ലാത്തൊരവസ്ഥയാണ്. കൃഷ്ണകുമാറേട്ടൻ വളരെ മനോഹരമായ ഒരു ദൃശ്യവിരുന്നുമായി രംഗത്ത് വന്നു. ആ ദൃശ്യവിരുന്ന് നിങ്ങളൊന്ന് കാണേണ്ടതാണ്. അല്ല, പ്രിയപ്പെട്ടവൻ്റെ വളരെ ആത്മാർത്ഥമായ ചിരിയാണ്. വളരെ ഗൗരവമായ ഒരു വിഷയം ഒരു സെഗ്മെൻറ്റിൽ ചർച്ച ചെയ്യുമ്പോൾ അതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ നിരീക്ഷണ പരീക്ഷണ കൗതുക പാഠവുമാണ് ദൃശ്യവൽക്കരിച്ച് വളരെ മനോഹരമായി പുറത്തു വന്നിട്ടുള്ളത്. കൊള്ളാം, സന്തോഷം, നന്നായിരിക്കട്ടെ. അണ്ണൻ ആരോ പണ്ട് CCTV ദൃശ്യങ്ങളിലൂടെ അവിടെ വന്ന് മതിൽ ചാടി അല്ലെങ്കിൽ മക്കളുടെ മേൽ സൈബർ അറ്റാക്ക് നടത്തുന്നു എന്നൊക്കെ പറഞ്ഞ് ധാർമ്മികതയുടെ ഏറ്റവും മനോഹരമായ പദങ്ങൾ ഉപയോഗിച്ച് കടന്നാക്രമിച്ച അണ്ണൻ തന്നെ ഈ ഊളച്ചിരിയിരിക്കുന്നത് കാണാൻ നല്ല രസമുണ്ട്. ഭംഗിയായി ചിരിക്ക്. നിങ്ങളുടെയൊക്കെ ഈ ഇരട്ടത്താപ്പും കാപഢ്യവും ജീവിതത്തിലെ പോലും അഭിനയവുമൊക്കെ എല്ലാവരും ഒന്ന് അറിയട്ടെ. നല്ലതാണിതൊക്കെ.